വീട്ടിലെത്തിയപ്പം പിന്നെ കാലിൻ്റെ വേദന നിൽക്കില്ല, ഭയങ്കര വേദന. അങ്ങനെ ലാസ്റ്റത്തെ ഈ കാലിലേക്ക് ഒരു വേദന പടച്ചിൽ വരാൻ തുടങ്ങി. കിടക്കുമ്പോൾ തിരിയുമ്പോൾ ഒക്കെ നല്ല വേദന ഉണ്ട്. അങ്ങനെ MRI എടുത്ത് വയ്ക്കുമ്പോൾ ഡിസ്ക് ബൾജാറിന്. അങ്ങനെ ഓപ്പറേഷൻ പറഞ്ഞാണ് ഒരു ഇമ്മീഡിയറ്റ്ലിയായിട്ട് അവിടെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. ഓപ്പറേഷൻ ചെയ്യാൻ പേടിയതിനെ കൊണ്ട് ഈ ഡോക്ടറോടൊന്ന് ചോദിച്ച് ഇത് എങ്ങനെ റിക്കവറീൻ്റെ കാര്യങ്ങളും ചോദിച്ചപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ ചെയ്താൽ 100% ഒരു ഉറപ്പ് വരില്ല, ചിലപ്പോൾ 2-3 ആൾക്കാരൊക്കെ സൈഡ് എഫക്റ്റ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ വേണ്ട തീരുമാനിച്ച് അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ വെൽഫെയിനെ പറ്റി കേട്ട്. ഡോക്ടറെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇവിടെ വന്ന് കാണിച്ച്. എഗിൽ സാറാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തിന്. വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഫസ്റ്റൊക്കെ നടത്തത്തിനൊക്കെ ഇനി ഒരു പ്രശ്നം, നടക്കാൻ ഒരു വേദന പോലെ, ഈ കാല് ശരിയായ രീതിയിലല്ലേ ഇനി. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഓരോ ദിവസം കൂടുമ്പോൾ കുറഞ്ഞ വ്യത്യാസം. തരിപ്പുണ്ടേനി മുട്ടിന് താഴെ മസിലിന്, കാഫ് മസിലിന്. അതിൻ്റെ ഒരു ഭാഗം ഇവിടെ വരുമ്പോൾ തന്നെ മാറി. ഇനി ബാക്കിയുള്ള ഭാഗം ഇവിടെ നീരിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റം വന്ന് ഇപ്പോൾ കിടക്കുമ്പോൾ സുഖമായി കിടക്കാം. തിരിഞ്ഞ് കിടക്കുമ്പോൾ അങ്ങനത്തെ പിടുത്ത വേദനയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എക്സസൈസൊക്കെ ഉണ്ട്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് പറഞ്ഞ്. ഇപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാൽ 10 ദിവസമോ അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കാൻ വരാൻ പറഞ്ഞ്. പിന്നെ വേറെ പ്രശ്നമില്ല, വന്നതിനെക്കാട്ടി കുറേ മാറ്റങ്ങളുണ്ട്. നടത്തത്തിലും ഒക്കെ സുഖമായി നടക്കാൻ കഴിയുന്നുണ്ട്. കാര്യമായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല, മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്.